Okay, good morning. അപ്പോൾ നമ്മുടെ Bcom ഫസ്റ്റ് സെമസ്റ്റർ മാനേജറിയൽ എക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇതിന് മുന്നുള്ള ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് കൺസ്യൂമർ ബിഹേവിയർ എന്താണെന്നുള്ളത്, അതേപോലെ യൂട്ടിലിറ്റി അനാലിസിസ്, അതേപോലെ എന്താണ് കൺസ്യൂമർ സർപ്ലസ്, ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇനി നമുക്കിവിടെ അടുത്തത് ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഈ ഒരു ക്ലാസ്സിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് വാട്ട് യു മീൻ ബൈ ബഡ്ജറ്റ് ലൈൻ. ഒരുപാട് വട്ടം ചോദിച്ച, ഈ നമ്മുടെ പാർട്ട് എ സെക്ഷനിൽ ഒരുപാട് വട്ടം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ബഡ്ജറ്റ് ലൈനിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ബഡ്ജറ്റ് ലൈൻ എന്നുള്ളത് നമുക്ക് നോക്കാം. എ ബഡ്ജറ്റ് ലൈൻ ഷോസ് ഹൗ മച്ച് മണി എ കൺസ്യൂമർ ഇസ് അലോക്കേറ്റഡ് ഫോർ ഈച്ച് ഓഫ് ടു കമോഡിറ്റീസ്. അതായത് എത്ര കാശ് ആണ് രണ്ട് കമോഡിറ്റി വാങ്ങാൻ, എ ബി എന്ന് വെച്ച് രണ്ട് കമോഡിറ്റി നമ്മൾ ഊഹിക്കുകയാണെങ്കിൽ ഈ രണ്ട് കമോഡിറ്റിക്ക് കൂടി എത്ര കാശ് ഒരു കൺസ്യൂമറിൻ്റെ അടുത്ത് ഉണ്ട് എന്നുള്ളതാണ്. എത്ര ക്യാഷ് ഉണ്ട്, അപ്പോൾ അതാണ് ബഡ്ജറ്റ് ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സേ എക്സ് ആൻഡ് വൈ. ഓക്കെ, ഇൻ സിമ്പിൾ വേർഡ്സ് ഇറ്റ് ഷോസ് ദി ക്വാണ്ടിറ്റി ഓഫ് ടു ഗുഡ്സ് ബോട്ട് അറ്റ് ദെയർ പിക്സ് ആൻഡ് പ്രൈസസ് വിത്ത് അവൈലബിൾ ഇൻകം. അതായത് രണ്ട് പ്രൊഡക്റ്റ് തന്നിട്ട് അത് രണ്ടിനും ഏകദേശം ഒരേ വിലയാണെങ്കിൽ അതെങ്ങനെയാണ് കൺസ്യൂമർ വാങ്ങുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ബഡ്ജറ്റ് ലൈനിൽ പറയാം. അപ്പോൾ ഈ ഒരു പോയിന്റിലാണെങ്കിൽ ഇപ്പോൾ ഇത് എക്സ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിനെ കുറിച്ച് മാത്രമാണ് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു ലൈന് ഇത് ബി ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു പോയിന്റ് ആകുമ്പോൾ എ മാത്രമേ ഇയാൾ പൈസക്ക് വാങ്ങുള്ളൂ. ഇവിടെ ആകുമ്പോൾ ഇത്ര അളവിൽ എ വാങ്ങും, ഇത്ര അളവിൽ ബി വാങ്ങും. എ കൂടുതൽ വാങ്ങും, ബി കുറച്ച് വാങ്ങും. ഇതാണെങ്കിൽ എയും ബി ഏകദേശം തുല്യ അളവിൽ വാങ്ങും. ഇതാകുമ്പോൾ ബി കൂടുതൽ വാങ്ങും. ഈ ഒരു പോയിന്റ് ആകുമ്പോൾ ബി മാത്രമേ വാങ്ങുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ബഡ്ജറ്റ് ലൈൻ എന്ന് വെച്ചാൽ. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് യു മീൻ ബൈ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. എന്താണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓക്കെ, വെൻ എ കൺസ്യൂമർ ഗെറ്റ്സ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഹി സെറ്റ് ടു ബി ഇൻ ഇക്വിലിബ്രിയം. അതായത് ഒരു കൺസ്യൂമറിന് എപ്പോഴാണോ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നത്, അപ്പോൾ ഇതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് വേർഡ്. വെൻ എ കൺസ്യൂമർ ഗെറ്റ്സ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഹി സെറ്റ് ടു ബി ഇൻ ഇക്വിലിബ്രിയം. ഓക്കെ, വെൻ ദി ഇൻഡിഫറൻസ് മാപ്പ് ആൻഡ് ബഡ്ജറ്റ് ലൈൻ ആർ കമ്പൈൻഡ് ടുഗദർ വി ക്യാൻ ഫൈൻഡ് ഔട്ട് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു ഇതിൽ അതായത് എവിടെയാണോ ഇൻഡിഫറൻസ് കർവും അതേപോലെ ബഡ്ജറ്റ് ലൈനും മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഓക്കെ, അതായത് ഈ ഒരു പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇത് എന്താണ് ഈ പോയിന്റിലാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഇൻഡിഫറൻസ് കർവും ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ. ഇതെവിടെയാണോ മീറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഇവിടെ ഉണ്ടാവുന്നത് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ അതാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ. ഓക്കെ, ഇനി അടുത്ത സൈഡിങ് നോക്കാം. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന സൈഡിങ് ആണ് അസംപ്ഷൻസ് ഓഫ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയത്തിന് എന്തുണ്ട്, അസംപ്ഷൻസ് ഉണ്ട്, മുൻധാരണകളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എവറി കൺസ്യൂമർ ഹാസ് സ്കെയിൽ ഓഫ് പ്രിഫറൻസ്. അപ്പോൾ ഓരോ കൺസ്യൂമറിനും ഒരു സ്കെയിൽ ഓഫ് പ്രിഫറൻസ് ഉണ്ട്, ഓരോ ഗുഡ്സിനും. ഓക്കെ, സെക്കൻഡ് പോയിന്റ് പറഞ്ഞത് ഹി ഹാസ് ഗിവൺ എമൗണ്ട് ഓഫ് ഇൻകം ടു സ്പെൻഡ്. അതായത് അയാൾക്ക് കുറച്ച് കാശ് മാത്രമേ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളൂ. ഒരുപാട് കാശുള്ള ഒരാൾക്ക് എന്താണ് ഇത് അളക്കുന്നത് ബുദ്ധിമുട്ടാകും. ഓക്കെ, ഒരു മിനിമം അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ക്യാഷ് മാത്രമുള്ള ഒരാളതാണ് എന്ന് നമുക്കിത് കൃത്യമായിട്ട് അളക്കാൻ സാധിക്കുള്ളൂ. മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കാം. പ്രൈസ് ഓഫ് ദി ഗുഡ്സ് ആർ ഗിവൺ ആൻഡ് ആർ കോൺസ്റ്റന്റ്. ഗുഡ്സിൻ്റെ പ്രൈസ് ഗിവൺ ആണ്, അതേപോലെ അത് കോൺസ്റ്റന്റും ആയിരിക്കണം. പിന്നെ ഗുഡ്സ് ഹോമോജീനിയസ് ആയിരിക്കണം, ഒരേപോലുള്ളതായിരിക്കണം, അത് ഡിവിസിബിളും ആയിരിക്കണം, അതിന് യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനും സാധിക്കണം. അഞ്ചാമത്തെ പോയിന്റ് കൺസ്യൂമർ റാഷണൽ ആയിരിക്കണം. പിന്നെ എന്താണ് ട്രൈസ് ടു മാക്സിമൈസ് ആണ്, മിനിമൈസ് അല്ല. കൺസ്യൂമർ എപ്പോഴും അയാളുടെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇതൊക്കെയാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയത്തിൻ്റെ അസംപ്ഷൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സൈഡ് ഹെഡിങ് നോക്കാം. ഇൻകം എഫക്റ്റ് ആൻഡ് ഇൻകം കൺസംഷൻ കർവ്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഇൻകം ആൻഡ് ഇൻകം കൺസംഷൻ കർവ്. ഇൻകത്തിൽ വരുന്ന മാറ്റം എങ്ങനെയാണ് ഇൻകം കൺസംഷൻ കർവിനെ ബാധിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ സൈഡ് ഹെഡിങ് എന്താ വരുന്നത്, ഇൻകം എഫക്റ്റ് ആൻഡ് ഇൻകം കൺസംഷൻ കർവ് ഓർ ചേഞ്ച് ഇൻ ഇൻകം ആൻഡ് ഇൻകം കൺസംഷൻ കർവ്. അപ്പോൾ ഇൻകത്തിൽ വരുന്ന മാറ്റം എങ്ങനെയാണ് കൺസംഷനെ ബാധിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ചേഞ്ചസ് ഇൻ ഇൻകം ആൻഡ് പ്രൈസ് വിൽ എഫക്ട് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. ഇൻകം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം മാറും. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു വരുമാനത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വലിയ വരുമാനത്തിൽ അത് മതിയാവില്ല. വരുമാനം വർദ്ധിക്കുമ്പോൾ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവലും വർദ്ധിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ സംഗതി അല്ലെങ്കിൽ കൂടുതൽ വിലയുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് ശ്രമിക്കും. ദി എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ കൺസ്യൂമേഴ്സ് ഇൻകം ഓൺ ഹിസ് ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഓർ ഡിമാൻഡ് ഓഫ് ടു കമ്മോഡിറ്റീസ് പ്രൈസസ്
പ്രൈസസ് ആൻഡ് അതർ ഫാക്ടേഴ്സ് ഈസ് നോൺ ആസ് ഇൻകം എഫക്റ്റ്. അതായത് ഒരു ഇൻകം മാറുമ്പോൾ രണ്ട് കമ്മോഡിറ്റീസിൽ എന്തൊക്കെ അല്ലെങ്കിൽ അത് വാങ്ങുന്ന രീതി എങ്ങനെ മാറുക എന്നുള്ളതാണ് എന്തിൽ പറഞ്ഞത്, ഇൻകം എഫക്റ്റിൽ പറയുന്നത്. ഇൻ ഷോർട്ട്, എഫക്റ്റ് ഓഫ് എ ചേഞ്ച് ഇൻ ഇൻകം ഓൺ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് ഓൺ കൺസ്യൂമർ ഇക്വിലിബ്രിയം ഈസ് നോൺ ആസ് ഇൻകം എഫക്റ്റ്. അതായത് ഇൻകത്തിൻ്റെ മാറ്റം എങ്ങനെയാണോ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിനെ ബാധിക്കുന്നത് അതിൻ്റെ പേരാണ് ഇൻകം എഫക്റ്റ്. ചോദ്യം ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് എഴുതുക. വാട്ട് യു മീൻ ബൈ ഇൻകം എഫക്റ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താ എഴുതേണ്ടത്, ഇൻകത്തിൽ വരുന്ന ചേഞ്ച്, എഫക്റ്റ് ഓഫ് എ ചേഞ്ച് ഇൻ ഇൻകം ഓൺ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് ഓൺ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയത്തിൽ എങ്ങനെയാണോ മാറ്റം വരുന്നത് അതാണ് ഇൻകം എഫക്റ്റ്. അപ്പോൾ അതിന് ഭാഗമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഡയഗ്രം കൂടി വരച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് എന്താണ്, നമ്മുടെ എക്സും വൈയും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതാണ് ICC കർവ്. അപ്പോൾ ഇത് ഇൻകം ഇങ്ങനെ കൂടുമ്പോൾ, ഇൻകം വർദ്ധിക്കുമ്പോൾ എന്താണ്, പുതിയ നമ്മുടെ IC കർവ് അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവ് വരെയാണ്. നമ്മുടെ ബഡ്ജറ്റ്, ഇവിടെ ഉണ്ടായിരുന്ന ബഡ്ജറ്റ് കൂടും അല്ലേ, ബഡ്ജറ്റ് ലെവൽ വർദ്ധിക്കും ഇൻകം വർദ്ധിക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ എന്താണ്, ഇത് ഓരോന്നിനും മാറ്റങ്ങൾ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് വരുന്നത്, ഇൻകം എഫക്റ്റ് ആൻഡ് ഇൻകം കൺസംഷൻ കേർവിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത സൈഡിങ് ശ്രദ്ധിക്കുക നിങ്ങൾ. അടുത്ത സൈഡിങ്ങിൽ പറഞ്ഞത് ഇൻകം കൺസംഷൻ കേർവ് ആൻഡ് നേച്ചർ ഓഫ് കമോഡിറ്റി. ഇൻകം കൺസംഷൻ കേർവും നേച്ചർ ഓഫ് കമോഡിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ചോദിക്കുന്നത്. അതായത് ഇൻകം കൺസംഷൻ കേർവും എന്താണ് നേച്ചർ ഓഫ് കമോഡിറ്റിയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അപ്പോൾ അത് ഒരു എസ്സേ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം കൺസംഷൻ കേർവ് ആൻഡ് നേച്ചർ ഓഫ് കമോഡിറ്റി എന്നുള്ളത് എന്താണ്, എസ്സേ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്, ദി എഫക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇൻകം ആൻഡ് on the consumption, the effect of changes in income on the consumption, which is income effect on different kinds of commodities is different. ഓരോ ടൈപ്പ് ഓഫ് കമ്മോഡിറ്റിയിൽ അത് ഡിഫറെൻ്റ് ആണ്. ഇറ്റ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഓർ ഈവൻ ന്യൂട്രൽ. അത് പോസിറ്റീവ് ആവാം, അത് നെഗറ്റീവ് ആവാം. അതായത് ഇപ്പോൾ ഇൻകം വർദ്ധിക്കുമ്പോൾ ഒരു കമ്മോഡിറ്റി കൂടുതൽ വാങ്ങാൻ ശ്രമിക്കും. ഇപ്പോൾ ഇൻകം എന്താണ് വർദ്ധിക്കുമ്പോൾ ചില കമ്മോഡിറ്റി നമ്മൾ വാങ്ങൽ നിർത്തും. ഓക്കെ, ഇനിയിപ്പോൾ എന്താണ്, ചിലപ്പോൾ നമ്മൾ ഒരേ അളവിലേ വാങ്ങുള്ളൂ. അപ്പോൾ അരി ഭക്ഷണമൊക്കെ, റൈസൊക്കെ ആകുമ്പോൾ നമ്മൾ എന്താണ്, ഇൻകം കൂടിയാലും കുറഞ്ഞാലും, ഇനി അതിൻ്റെ വില കൂടിയാലും കുറഞ്ഞാലും, ഇപ്പോൾ അരിൻ്റെ വില കൂടിയാലും കുറഞ്ഞാലും തന്നെ നമ്മൾ വാങ്ങുന്ന അളവ് നമുക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യം നടക്കില്ല. ഓക്കെ, അപ്പോൾ അത് നടക്കും. ഇപ്പോൾ ചിലതിപ്പോൾ നമ്മളെന്താണ്, ഇപ്പോൾ വാഹനങ്ങൾ, ഇപ്പോൾ ഇൻകം കൂടുമ്പോൾ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ നമുക്ക് സൗകര്യാർത്ഥം ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ നമ്മൾ ചിലപ്പോൾ വാങ്ങിയെന്ന് വരും. ഇപ്പോൾ നമ്മളിപ്പോൾ ഇൻകം കുറയണ നേരത്ത്, ഇപ്പോൾ നമ്മളിപ്പോൾ വില കുറഞ്ഞ അരി വാങ്ങുന്ന ഒരാളാണെങ്കിൽ ഇൻകം കൂടുന്ന നേരത്ത് അത് മാറ്റിയിട്ട് അയാൾ വില കൂടിയ അരിയോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങണം. ഒരു വാഹനങ്ങൾ തന്നെ ഇപ്പോൾ വില കുറഞ്ഞ ചീപ്പ് സാധനങ്ങൾ നമ്മൾ വിട്ടിട്ട് നമ്മൾ കുറച്ചും കൂടി പ്രസ്റ്റീജിയസ് സാധനങ്ങളിലേക്ക് പോകും ഇൻകം നമ്മൾ വർദ്ധിക്കുമ്പോൾ. ഓക്കെ, ഇൻ ഫാക്ട് ദി നേച്ചർ ഓഫ് എ കമ്മോഡിറ്റി ഡിറ്റർമിൻസ് ദി വെദർ ദി എഫക്റ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. വെൻ ദി ICC സ്ലോപ്സ് അപ്വേർഡ് ദി ഇൻകം എഫക്റ്റ് ഈസ് പോസിറ്റീവ്. അപ്പോൾ ICC കർവ് മേലോട്ട് പോവുകയാണെങ്കിൽ എന്താണ്, ഇൻകം പോസിറ്റീവ് ആണ്. This means that consumer increases the consumption of both commodities with increase in his income. The income effect is positive if ICC is upward sloping. In case of both goods are normal goods. Okay, അപ്പോൾ ഗുഡ്സ് നോർമൽ ഗുഡ്സ് ആണെങ്കിൽ ഇത് ഇവിടെ വിട്ടുക, നോർമൽ ഗുഡ്സ്. ഇൻ കേസ് ഓഫ് നെഗറ്റീവ് എഫക്റ്റ് ഇൻകം കൺസംഷൻ കർവ് വിൽ സ്ലോപ്പ് നെഗറ്റീവ്ലി. അപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ വരുള്ളൂ. ഇൻ കേസ് ഓഫ് ന്യൂട്രൽ ഗുഡ്സ് കൺസംഷൻ കർവ് വിൽ ബി നോർമൽ. അപ്പോൾ അത് നോർമലായിട്ടേ പോവുള്ളൂ. അപ്പോൾ പോസിറ്റീവ് എഫക്റ്റ് എപ്പോഴും സുപ്പീരിയർ അല്ലെങ്കിൽ പ്രസ്റ്റീജിയസ് ഗുഡ്സിന് ഉണ്ടാവുക. അല്ല, നമ്മൾ ഇൻകം വർദ്ധിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ എന്താണ് വില കൂടിയ സാധനങ്ങൾ, പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുക. അപ്പോൾ അതിന് എപ്പോഴും പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാവുക ഇൻകം കൺസംഷൻ കർവിൽ. ന്യൂട്രൽ എഫക്റ്റ് എപ്പോഴും നോർമൽ ഗുഡ്സ്, ഇപ്പോൾ നമ്മൾ അരി പച്ചക്കറിയൊക്കെ നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എപ്പോഴും വാങ്ങുള്ളൂ. നമുക്ക് ഇൻകം ഉണ്ടെങ്കിലും ഇൻകം ഇല്ലെങ്കിലും നമുക്ക് ആവശ്യമുള്ള സാധനം നമ്മൾ വാങ്ങുന്നത്. നെഗറ്റീവ് എഫക്റ്റ് വരെ എപ്പോഴും ഇൻഫീരിയർ ഗുഡ്സിനാണ്. വില കുറഞ്ഞ ചീപ്പ് ഗുഡ്സ് നമ്മൾ ഇൻകം കുറഞ്ഞ ആൾക്കാരെ വാങ്ങും, ഇൻകം കൂടുതലുള്ള ആൾക്കാരെപ്പോഴും. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് അവരെങ്ങോട്ട് പോകും, അവർ പ്രസ്റ്റീജിയസ് ഗുഡ്സിലേക്ക് പോവുക ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ട് പറയാനായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും ചില ഉദാഹരണങ്ങൾ കൂടി ഇതിൽ നോക്കാനായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് വെൻ ഗുഡ് എക്സ് ഇസ് ഇൻഫീരിയർ. അതായത് ഒരു ഗ്രാഫിൽ ഇവിടെ എക്സും ഇവിടെ വൈയും വരികയാണെങ്കിൽ, ഇവിടെ എക്സും ഇവിടെ വൈയും വരികയാണെങ്കിൽ എക്സ് ഇൻഫീരിയർ ഗുഡ്സ് ആണെങ്കിൽ എങ്ങനെയാണ് ആ ഗ്രാഫിൽ അതിൻ്റെ ഇൻഡിഫറൻസ് കർവ് അല്ലെങ്കിൽ ഇൻകം കൺസംഷൻ കർവ് പോവുക എന്നുള്ളതാണ്.
ദിസ് മേ ബി എക്സ്പ്ലെയിൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗ്രാഫ്. ഈ ഗ്രാഫ് നിങ്ങൾ നോക്കിയാൽ മതി, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് ഇവിടെ ഇൻഫീരിയർ ഗുഡ്സ് ആണ്, ഇത് നോർമൽ ഗുഡ്സ് ആണ്. അപ്പോൾ ഇൻകം കൂടുമ്പോൾ ഇങ്ങനെയല്ല പോവുക. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ എക്സ് കൂടുതൽ വാങ്ങുമല്ലോ. അതിന് പകരമായിട്ട് എക്സ് ഇൻഫീരിയർ ആയതുകൊണ്ട് ഇങ്ങനെയാണ് പോവുക. അതായത് ഇൻകം വർദ്ധിക്കുമ്പോൾ ഇത് മെല്ലെ വാങ്ങലാദ്യം കുറയും, പിന്നെ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ഒരേ അളവിൽ വാങ്ങും, പിന്നെ അത് വാങ്ങൽ തീരെ ഇല്ലാതാവും, പിന്നെ നെഗറ്റീവിലേക്ക് പോകും, വാങ്ങൽ കുറയും. ഓക്കെ, അപ്പോൾ ഇതാണ് ഗുഡ്സ് എക്സ് ഇൻഫീരിയർ ആയാലുള്ള കേസ്. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഈ ഒരു പാരഗ്രാഫിൽ എഴുതി. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? വൈ ഇൻഫീരിയർ ആണെങ്കിൽ, ഗുഡ്സ് വൈ ഇൻഫീരിയർ ആണെങ്കിൽ. ഓക്കെ, അതായത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? When goods x is normal and goods y is inferior, the ICC curve will slope towards x. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഇവിടെ കൊടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് താഴെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫ് വരിക. ഓക്കെ, അപ്പോൾ അതായത് y എന്താണ്? ഇൻഫീരിയർ ആണ്, എക്സ് എന്താണ്? അല്ലെങ്കിൽ നോർമൽ ഗുഡ്സ് ആണ്. അപ്പോൾ ഇൻകം വർദ്ധിക്കുമ്പോൾ y ഒഴിവാക്കിയിട്ട് കൂടുതലായിട്ടും എക്സ് ആണ് വാങ്ങാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്ത സൈഡിലേക്ക് നോക്കാം. ദ പ്രൈസ് എഫക്റ്റ് ഓർ ചേഞ്ച് ഇൻ പ്രൈസ് ആൻഡ് പ്രൈസ് കൺസംഷൻ കർവ്. പ്രൈസ് എഫക്റ്റ് അല്ലെങ്കിൽ എന്താണ്? പ്രൈസ് കൺസംഷൻ കർവിൻ്റെ ഉള്ള റിലേഷൻഷിപ്പാണ്. പ്രൈസ് മാറുമ്പോൾ എങ്ങനെയാണ് പ്രൈസ് കൺസംഷൻ മാറുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻകം എഫക്റ്റാണ് നമ്മൾ ഇൻകം വരുമ്പോൾ എങ്ങനെയാണ് ഇൻകം കൺസംഷൻ എഫക്റ്റ് വരുന്നത്, അതേപോലെ ഇൻകത്തിന് മാറ്റം വരുമ്പോൾ എങ്ങനെയാണ് കൺസംഷൻ മാറുന്നത്, അതേപോലെ പ്രൈസ് മാറുമ്പോൾ എങ്ങനെയാണ് കൺസംഷൻ മാറുന്നത്. അപ്പോൾ ഇൻകം കൺസംഷൻ കർവാണ് നേരത്തെ കണ്ടത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്രൈസ് കൺസംഷൻ കർവാണ്, PCC. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് ചെറിയ മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് ഇൻകം കൺസംഷൻ കർവാണ്, ഇത് പ്രൈസ് കൺസംഷൻ കർവാണ്. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഫുൾ ഫോം എഴുതി വെക്കുക. അത് ഇൻകം കൺസംഷൻ കർവ്, ഇത് പ്രൈസ് കൺസംഷൻ കർവ്. ഇതിൻ്റെ എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കാം. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ദി ഇൻകം ഓഫ് ദ കൺസ്യൂമർ റിമെയിൻസ് ദ സെയിം ബട്ട് ദ പ്രൈസസ് ഓഫ് കമോഡിറ്റീസ് മേ ചേഞ്ച്. അപ്പോൾ ചിലപ്പോൾ ഇൻകം കോൺസ്റ്റൻ്റ് ആയിരിക്കും, പക്ഷെ പ്രൈസ് എന്ത് ചെയ്യും? കൂടുകയോ കുറയുകയോ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കേസ് വരുമ്പോൾ when the price of one commodity changes, say x, the equilibrium of the consumer also changes. അതായത് പ്രൈസ് മാറുമ്പോൾ കൺസ്യൂമറിൻ്റെ ഇക്വിലിബ്രിയം മാറും. ദി സ്ലോപ്പ് ഓഫ് ദി ബഡ്ജറ്റ് ലൈൻ ഓഫ് ദി കൺസ്യൂമർ ഓൾസോ ഷിഫ്റ്റ്. അതായത് കൺസ്യൂമറിൻ്റെ ബഡ്ജറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് മാറും. ഓക്കെ, വെൻ ദി പ്രൈസസ് ഓഫ് എ ഗുഡ് falls and real income of consumer increases, then the consumer would be better off or becomes rich. അതായത് ഒരാളുടെ വരുമാനം കൂടുകയും പ്രൈസ് സാധനങ്ങളുടെ വില കുറയുകയും ചെയ്യുകയാണെങ്കിൽ അയാൾ റിച്ച് ആവുകയും ചെയ്യാം അല്ലേ. അപ്പോൾ സമ്പാദ്യങ്ങൾ വരും, മിച്ചം വരുന്ന പൈസക്ക് നമുക്ക് സമ്പാദ്യങ്ങൾ വാങ്ങിയിടാൻ സാധിക്കും. അക്കോർഡിംഗ്ലി ഹി വുഡ് ഷിഫ്റ്റ് ടു എ ഹയർ ഇൻഡിഫറൻസ് കർവ്. അപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ഹയർ ആയിട്ടുള്ള ഇൻഡിഫറൻസ് കർവ് ആണ് വരിക. ഓൺ ദി അതർ ഹാൻഡ്, ഇഫ് ദി പ്രൈസസ് ഓഫ് എ ഗുഡ് റൈസസ്, ദ റിയൽ ഇൻകം ഓഫ് ദ കൺസ്യൂമർ, അതേപോലെ പ്രൈസ് കൂടുകയും റിയൽ ഇൻകം കുറയുകയും ചെയ്യുകയാണെങ്കിൽ ദെൻ ഹി വുഡ് ബി വേഴ്സ് ഓഫ്, അയാളുടെ അവസ്ഥ മോശമായി തീരും. അക്കോർഡിംഗ്ലി ഹി വുഡ് ഷിഫ്റ്റ് ടു എ ലോവർ ഇൻഡിഫറൻസ് കർവ്. അദ്ദേഹം ഒരു ലോവർ ആയിട്ടുള്ള ഇൻഡിഫറൻസ് കർവിലേക്ക് പോവുക ചെയ്യാം. ദി എഫക്റ്റ് of a change in price of a good on the quantity of its purchase is known as price effect. അതായത് ഒരു പ്രൈസിൽ വരുന്ന മാറ്റം ഒരു ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്നതിലോ ഉണ്ടാകുന്ന ക്വാണ്ടിറ്റിയിൽ വരുന്ന മാറ്റത്തിൻ്റെ പേരാണ് പ്രൈസ് എഫക്റ്റ്. അതായത് പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഒരു ഗുഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റിയിൽ വരുന്ന ചേഞ്ചുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, അതിനെയാണ് പ്രൈസ് എഫക്റ്റ് ആയിട്ട് പറയുന്നത്. The price of other good and the income of consumer remains the same. The price effect is shown in the following diagram. താഴെ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം അനുസരിച്ചിട്ടാണ് പ്രൈസ് എഫക്റ്റ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ഗ്രാഫ് നോക്കാം. അപ്പോൾ ഇതിങ്ങനെ പ്രൈസിൻ്റെ എഫക്റ്റ് എപ്പോഴും ഗുഡ്സ് ആയിട്ട് കൺസംഷനിൽ എങ്ങനെ വരിക, അതെപ്പോഴും ഇങ്ങനെ വരിക ഡിമാൻഡ് കർവ് പോലെ തന്നെയാണ്. കാര്യം ഇപ്പോൾ ഇവിടെ പ്രൈസും ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് വരുമ്പോൾ പ്രൈസ് കുറയുമ്പോഴാണ് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുള്ളൂ, പ്രൈസ് കൂടുമ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി കുറവാണ് വാങ്ങുക. അപ്പോൾ അതുകൊണ്ട്
ഇങ്ങനെ വരിക. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ പ്രൈസ് ഇപ്പോൾ ഇവിടെ കമോഡിറ്റി ഇവിടെ പ്രൈസ് ആണെങ്കിലും രണ്ട് കമോഡിറ്റി വൈയും എക്സും രണ്ടും കമോഡിറ്റി ആണെങ്കിൽ ഈ ഇത് ഇങ്ങോട്ട് പോകുന്തോറും ഇൻഡിഫറൻസ് കർവ് എന്താണ് താന്ന് വരിക ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൈസ്. PCC കർവ് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഇതിന് താഴെ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. താഴെ എഴുതിയിരിക്കുന്നത് when we join successive points of the equilibrium we get a curve. ഓക്കെ, എങ്ങനെയാണ് കർവ് വരച്ചിരിക്കുന്നത് ഇക്വിലിബ്രിയം പോയിന്റിന്റെ? This curve is called price consumption curve. It is also called price offer curve. Thus the curve connecting different equilibrium points when the price of one commodity changes and the price of other commodity and the money income remains same is known as PCC. ഓക്കെ, അപ്പോൾ PCC എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഇത് മുതൽ എഴുതി വെക്കുക. ഓക്കെ, ഇനി PCCനെ കുറിച്ചിട്ട് 6 മാർക്കിനോ 10 മാർക്കിനോ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ആൻസർ ഫുള്ളായിട്ട് നിങ്ങൾ എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്ത സൈഡ് ഹെഡിങ് നോക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്നാണ് അടുത്ത സൈഡ് ഹെഡിങ്ങിൽ. Another important factor responsible for changes in the consumption of goods is the substitution effect. നമ്മൾ ആദ്യം കണ്ടത് ഇൻകം എഫക്റ്റ് ആണ്, പിന്നെ കണ്ടത് പ്രൈസ് എഫക്റ്റ് ആണ്, ഇപ്പോൾ പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആണ്. ഇൻകം കർവ് കണ്ടു, പ്രൈസ് കർവ് കണ്ടു, പക്ഷേ സബ്സ്റ്റിറ്റ്യൂഷൻ അങ്ങനെ കർവ് ഒന്നും കൊടുത്തിട്ടില്ല, എന്താണെന്നുള്ളത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. Another important factor responsible for the changes in consumption of goods is the substitution effect. The substitution effect shows the changes in the quantity of a good purchased due to a change in the relative price of a good, while the income of the consumer income of the consumer remain constant. Thus a change in price has both income as well as substitution effect. അതായത് ഇപ്പോൾ ചായയും കോഫിയും ഉണ്ട്, അപ്പോൾ ചായക്കും 10 രൂപ കോഫിക്കും 10 രൂപ. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ചായക്ക് വില 15 രൂപയാൽ ചിലപ്പം കോഫിയുടെ ഡിമാൻഡ് കൂടാൻ ചാൻസ് ഉണ്ട് അല്ലേ? ഇപ്പോൾ ചായ കോഫിയും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ചായക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് കോഫി എന്ന് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇതിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ 15 രൂപയായാലും എന്താണ് വില ഇതിലേക്ക് പോകാൻ നോക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് വെച്ചാൽ അതാണ് പറയുന്നത്. ഇനി അടുത്ത സൈഡിലേക്ക് നോക്കാം. ഹിക്സിയൻ ഡീകോമ്പോസിഷൻ ഓഫ് പ്രൈസ് എഫക്റ്റ് ഇൻടു ഇൻകം എഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഓർ സെപ്പറേഷൻ ഓഫ് ബ്രേക്കപ്പ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻകം എഫക്റ്റ് ഫ്രം പ്രൈസ് എഫക്റ്റ്. അതായത് പ്രൈസ് എഫക്റ്റിനെ ഇൻകം എഫക്റ്റിൽ നിന്നും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിൽ നിന്നും ബ്രേക്കപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഹിക്സിയൻ ഡീകോമ്പോസിഷൻ ഓഫ് പ്രൈസ് എഫക്റ്റ്. അപ്പോൾ ഇവിടെ എന്താണ് എന്ന് നോക്കാതെ, ആസ് പ്രൈസ് ഫോൾസ്, പ്രൈസ് ഫോളോ ചെയ്യുമ്പോൾ എന്താണ് ഡിമാൻഡ് ഫോർ നോർമൽ ഗുഡ്സ് ഇൻക്രീസസ് ആസ് എ റിസൾട്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. അതായത് പ്രൈസ് കുറയണ നേരത്ത് എന്താണ് ഡിമാൻഡ് ഫോർ നോർമൽ ഗുഡ്സ്, സാധാരണ ഗുഡ്സിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുക ചെയ്യുക. ഇപ്പോൾ 2 പെട്രോൾ പമ്പ് ഉണ്ട്, പെട്രോൾ ഒരു നോർമൽ ഗുഡാണ്, പെട്രോൾ പോട്ടെ, പെട്രോൾ വീണ്ടും ഒരു എന്താണ് നെസസിറ്റി ആണെന്ന് വെക്കാം. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന വല്ല എന്താണ് സാധാരണ ഇപ്പോൾ വൈകിട്ടൊക്കെ കഴിക്കുന്ന വല്ല എന്താണ് ലഘുഭക്ഷണം കഴിക്കുന്ന 2 ഭക്ഷണശാലകളുണ്ട്. അപ്പോൾ നോർമലായിട്ട് പോകുന്നതാണ്. അപ്പോൾ അവിടെ 2 സ്ഥലത്തും ഒരേ പ്രൈസ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് പെട്ടെന്ന് കുറയുമ്പോൾ ഇവിടെ പോകുന്ന ആൾക്കാർ നേരെ ഇങ്ങോട്ട് കയറും. അതെന്താണ്, ഇത് രണ്ടും നോർമലായിട്ട് ആൾക്കാർ സാധാരണ പോയി വാങ്ങുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇവിടെ ഡിമാൻഡ് ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് കാരണമാണ്, കാരണം ഇതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണത്. When the price falls, real income increases. As a result, demand for normal goods increases. This is due to income effect. നമുക്കറിയാം ഇൻകം കൂടും, നമുക്ക് പ്രൈസ് പറയുമ്പോൾ ഇൻകം കൂടും, അതുകൊണ്ട് നമ്മൾ കൂടുതൽ സാധനം വാങ്ങാൻ നോക്കും, ഡിമാൻഡ് വർദ്ധിക്കും. Price falls, demand for normal good increases. അതാ പറയുന്നത്. When the price of a good falls, price of other good and money income remaining constant, the quantity demanded of the good whose price has fallen increases. This is price effect. ഓക്കെ, അതായത് പ്രൈസ് കുറയുമ്പോൾ ഇൻകം വർദ്ധിക്കും, അതുകൊണ്ട് എന്ത് സംഭവിക്കും, നമുക്ക് എന്താണ് കൂടുതൽ ആ സാധനം വാങ്ങാൻ തോന്നും. ഓക്കെ, അപ്പോൾ പ്രൈസ് എഫക്റ്റ് ആസ് 2 എഫക്റ്റ്. പ്രൈസ് എഫക്റ്റിന് 2 എഫക്റ്റ് ഉണ്ട്. ഫസ്റ്റ് എന്താണ്, ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് വാങ്ങാൻ ശ്രമിക്കും, പിന്നെന്താണ് നമ്മുടെ ഇൻകം വർദ്ധിക്കുകയും ചെയ്യും. ഓക്കെ, ഇൻകം ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത സൈഡിലേക്ക് നോക്കാം. നോർമൽ കമോഡിറ്റി കേസ് ഓഫ് ഹിക്സിയൻ മെത്തേഡ്. നോർമൽ കമോഡിറ്റി എങ്ങനെയാണ് ഹിക്സിയൻ മെത്തേഡിൽ നമ്മൾ
അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് എഫക്റ്റ് എങ്ങനെയാണ് നോർമൽ കമോഡിറ്റിക്ക് വരുന്നത് എന്നുള്ളതാണ് ഇക്സിയൻ മെത്തേഡ് പ്രകാരം. പ്രൈസ് എഫക്റ്റ് അതേപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്, ഇൻകം എഫക്റ്റ്. അപ്പോൾ ഇതിനെ വേർതിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ടും എന്താ പറയുന്നത്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഫോർ എനി കമോഡിറ്റി റൈസസ് ഇറ്റ്സ് ഡിമാൻഡ് ഡ്യൂ ടു fall in relative price. നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. സപ്പോസ് there are two goods in the market A and B. Whenever relative price of A falls compared to B, A becomes cheaper and compared to B, therefore demand for A increases. ഓക്കെ, അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ അത് ചെയ്താൽ അപ്പോൾ അതിനൊരു എന്താണ് ഒരു നമ്മുടെ ഒരു ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഡയഗ്രം വലിയൊരു ഇമ്പോർട്ടൻ്റ് അല്ല. കാര്യം ഇങ്ങനത്തെ ഒരു കോമ്പൻസേറ്റിംഗ് വേരിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും എലാബറേറ്റ് ചെയ്ത് വരയ്ക്കാനുള്ള ഡയഗ്രാംസ് നമുക്ക് ബികോമിന് അല്ലെങ്കിൽ എന്താണ് BBAക്ക് ഒന്നും ചോദിക്കാറില്ല. ഓക്കെ, സ്വതവേ ഡിമാൻഡ് കർവ് ചോദിക്കും, അങ്ങനെ അല്ലാണ്ട് ഇത്രയും വലിയൊരു ഡയഗ്രാം വരയ്ക്കേണ്ട കാര്യമില്ല. എന്നാലും ഒന്ന് നോട്ട്സിൻ്റെ ഭാഗമായിട്ട് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾ കോപ്പി ചെയ്യണമെന്നില്ല. ഈ ഒരു ഡയഗ്രാം ജസ്റ്റ് നോക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓക്കെ, ഇനി അടുത്ത സൈഡിലേക്ക് നോക്കാം. ഇൻഫീരിയർ കമോഡിറ്റി കേസ്. നമ്മൾ നേരത്തെ നോർമൽ കമോഡിറ്റിയെ കുറിച്ചാണ് കണ്ടത്. ഇൻഫീരിയർ കമോഡിറ്റിക്ക് ഇക്സിയൻ മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇൻകം എഫക്റ്റ് ഓഫ് ഇൻഫീരിയർ ഗുഡ് ഈസ് നെഗറ്റീവ്. നമുക്കറിയാം ഇൻഫീരിയർ ഗുഡ്സിൻ്റെ ഇൻകം എഫക്റ്റ് നെഗറ്റീവാണ്. കാരണം ഇൻകം വർദ്ധിക്കുമ്പോൾ ആരും ഇൻഫീരിയർ ഗുഡ് വാങ്ങാൻ നോക്കില്ല. ഇൻകം കുറയുന്ന ആൾക്കാരാണ് കൂടുതലായിട്ട് ഇൻഫീരിയർ ഗുഡ്സ് വാങ്ങുക. Suppose there are two goods X and Y. X is inferior while Y is normal. അതായത് എക്സും വൈയും രണ്ട് ഗുഡ്സ് ഉണ്ട്. അതിൽ എക്സ് എന്താണ് ഇൻഫീരിയർ ആണ്, വൈ എന്താണ് നോർമൽ ഗുഡ്സ് ആണ്. അപ്പോൾ സപ്പോസ് പ്രൈസ് ഓഫ് എക്സ്, അതായത് ഇൻഫീരിയറിൻ്റെ വില കുറയുകയാണെങ്കിൽ ദി പ്രൈസ് ഓഫ് വൈ ആൻഡ് ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ റിമെയിൻസ് സെയിം. അപ്പോൾ ഇതിൻ്റെ വില കുറഞ്ഞു, എക്സിൻ്റെ വില കുറഞ്ഞു, ഇതിൻ്റെ വില സെയിം ആയി നിൽക്കുകയാണ്. അപ്പോൾ ഇത് നിലവിലുള്ള അളവിൽ ഇയാൾ ഉപയോഗിക്കുന്ന അളവിൽ വാങ്ങിയാലും ഇയാൾക്ക് കൂടുതൽ പൈസ മിച്ചം വരുന്നുണ്ട്. അപ്പോൾ ആ പൈസ എടുത്തിട്ട് ഇയാൾ ഇതല്ല വാങ്ങാൻ നോക്കുക, വൈ ആയിരിക്കും വാങ്ങാൻ നോക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് നെഗറ്റീവ് ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് എക്സിൻ്റെ എന്താണ് ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എക്സിൻ്റെത് പോസിറ്റീവ് ആയാലും, അതായത് ഇപ്പോൾ എക്സിൻ്റെ എന്താണ് ഇപ്പോൾ എക്സിൻ്റെ വില, എക്സ് ഇൻഫീരിയർ ഗുഡ്സ് ആണ്, എക്സിൻ്റെ വില താന്നാൽ എക്സ് കൂടുതൽ വാങ്ങാൻ ശരിക്കും ശ്രമിക്കേണ്ടതാണ്. പക്ഷേ ഇയാൾ വൈയെ വാങ്ങുള്ളൂ. കാര്യം എന്താണ്, അത് ഇൻഫീരിയർ ഗുഡാണ്, എക്സ് ഇൻഫീരിയർ ഗുഡാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നോക്കാനായിട്ടുള്ളത് ഇതിനൊരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കുക. ഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ ഗ്രാഫ് ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രാഫിൽ അതായത് ഈ പ്രൈസ് അത് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന കർവ് മേലോട്ടേക്കാണ് പോവുക. ഓക്കെ, താഴോട്ടേക്കല്ല പോവുക, ഇത് മേലോട്ടേക്കാണ് പോവുക. ഓക്കെ, അപ്പോൾ അതെന്താണ്, ഇത് ഇൻഫീരിയർ ഗുഡ് ആയതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സൈഡിലേക്ക് നോക്കാം. ഗിഫൺ കമോഡിറ്റി കേസ്, ഹിക്സിയൻ അപ്രോച്ച്, അതായത് ഗിഫൺ ഗുഡ്സ്. അപ്പോൾ എന്താണ് ഗിഫൺ ഗുഡ്സ്? അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയും പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്ന ഗുഡ്സാണ് എന്ത്, ഗിഫൺ ഗുഡ്സ്. അത് ഇൻഫീരിയർ ഗുഡ്സ് ആവാം. ഓക്കെ, അതായത് ഓൾ ഗിഫൺ ഗുഡ്സ് ആർ ഇൻഫീരിയർ ഗുഡ്സ്, ബട്ട് ഓൾ ഇൻഫീരിയർ ഗുഡ്സ് ആർ നോട്ട് ഗിഫൺ ഗുഡ്സ്. ഓക്കെ, അതായത് ഓൾ ഗിഫൺ ഗുഡ്സ്, എല്ലാ ഗിഫൺ ഗുഡ്സും ഇൻഫീരിയർ ഗുഡ്സ് ആണ്. ഓക്കെ, അത് എല്ലാ ഗിഫൺ ഗുഡ്സും, പക്ഷെ എല്ലാ ഇൻഫീരിയർ ഗുഡ്സും ഗിഫൺ ഗുഡ്സ് ആയിക്കോളുന്നില്ല. ചില ഇൻഫീരിയർ ഗുഡ്സിൻ്റെ പ്രൈസ് കൂടിയാൽ അതിൻ്റെ ഡിമാൻഡ് കൂടിക്കോളുന്നില്ല. ഓക്കെ, ചില ഇൻഫീരിയർ ഗുഡ്സിൻ്റെ. പക്ഷേ ഗിഫൺ ഗുഡ്സ് ആകുമ്പോൾ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടുകയും പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കുറയുകയും ചെയ്യും. അതാണ് ഗിഫൺ ഗുഡ്സ്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇൻഫീരിയർ ഗുഡ്സിന് വരുന്ന അതേ എന്താണ് കാര്യങ്ങൾ തന്നെയാണ് ഗിഫൺ ഗുഡ്സിന് വരിക. പ്രൈസ് ഇപ്പോൾ രണ്ട് ഗുഡ്സ് വരിക, ഒന്ന് എക്സും വൈയും എന്ന് വെച്ച് രണ്ട് ഗുഡ്സ്, ഒന്ന് ഗിഫൺ ആണ്, ഒന്ന് നോർമൽ ഗുഡ്സ് ആണ്. ഇതിൻ്റെ വില കുറയുമ്പോൾ ഈ ഗുഡ്സിനാണ് എന്ത് ഡിമാൻഡ് കൂടുക. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഗിഫൺ ഗുഡ്സ് എന്നുള്ളത് എന്താണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ ഡയഗ്രാം നമുക്ക് നോക്കാം. ഇങ്ങനെ ഡയഗ്രാം നമ്മൾ നേരത്തെ ഇൻഫീരിയർ ഗുഡ്സിൽ കണ്ട
സെയിം ഡയഗ്രാമാണ്. ഇങ്ങനെ കൂടുമ്പോൾ ഇവിടുന്ന് മേലോട്ടേക്ക് പോവുക ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഗിഫൺ ഗുഡ്സിൻ്റെയും ഡയഗ്രത്തിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു സൈഡിൽ കൂടി നോക്കാനായിട്ടുണ്ട് ഈ ഒരു ക്ലാസ്സിൽ. അതായത് ഡിമാൻഡ് കർവ് ഓഫ് നോർമൽ, ഇൻഫീരിയർ ആൻഡ് ഗിഫൺ ഗുഡ്സ്. നോർമൽ ഗുഡ്സിൻ്റെയും ഇൻഫീരിയർ ഗുഡ്സിൻ്റെയും ഗിഫൺ ഗുഡ്സിൻ്റെയും ഡിമാൻഡ് കർവ് എങ്ങനെയാണ് വരിക എന്നുള്ളതാണ്. ദ ഷേപ്പ് ഓഫ് ഡിമാൻഡ് കർവ് ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ഗുഡ്സ്. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അത്. ഒരു ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിക്കപ്പെടുന്നത്? നേച്ചർ ഓഫ് ഗുഡ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇവിടെ 3 നേച്ചറാണ് പറഞ്ഞത്, നോർമൽ, ഇൻഫീരിയർ, ഗിഫൺ. അപ്പോൾ ഇതിന് 3ൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിമാൻഡ് കർവ് മാറുക. ഗുഡ്സ് മേ ബി നോർമൽ, ഇൻഫീരിയർ ഓർ ഗിഫൺ. അപ്പോൾ ഇവിടെ ആദ്യം നോർമൽ ഗുഡ്സിൻ്റെ ഡിമാൻഡ് കർവിനെ കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത്. വെൻ പ്രൈസ് ഫോൾസ്, ഇങ്ങനെയാണ് നോർമൽ ഗുഡ്സിൻ്റെ കർവ് ഉണ്ടാവുക. അത് പൊതുവെ ചെറിയൊരു സ്ലോപ്പായിട്ട് ഉണ്ടാവുക. ഓക്കെ, ചെറിയൊരു സ്ലോപ്പായിട്ട് ശ്രദ്ധിക്കുക, ചെറിയൊരു ഒരു സ്ലോപ്പായിട്ട്. അപ്പോൾ അത് പ്രൈസ് ഇവിടെ വെക്കുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും, വീണ്ടും കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. ഓക്കെ, ഇത് ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണെങ്കിൽ ഇത് പ്രൈസ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന രീതിയിലാണ് വരിക. ഓക്കെ, ഇറ്റ് ഹാപ്പൻസ് സോ ബിക്കോസ് ഓഫ് പ്രൈസ് എഫക്റ്റ്. ദസ് ദി ചേഞ്ച് ഇൻ പ്രൈസ് ആൻഡ് ദി ചേഞ്ച് ഇൻ ഡിമാൻഡ് മൂവ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ നോർമൽ ഗുഡ്സ് ആകുമ്പോൾ നെഗറ്റീവ് കർവാണ് വരിക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഡയറക്ഷനിലാണ് ഡിമാൻഡും പ്രൈസും കിടക്കുക. ദാറ്റ് ഈസ് ഡിമാൻഡ് കർവ് ഓഫ് എ നോർമൽ ഗുഡ് ഈസ് നെഗറ്റീവ്ലി സ്ലോപ്ഡ്. അത് നെഗറ്റീവായിട്ടാണ് സ്ലോപ്പ് ചെയ്ത് കിടക്കുന്നത്. ടു ബി മോർ ക്ലിയർലി ഡിമാൻഡ് കർവ് ഓഫ് നോർമൽ ഗുഡ് സ്ലോപ്പ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇറ്റ് ഈസ് ഷോൺ ഇൻ ദി ഗിവൺ ഗ്രാഫ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ നോക്കാം. കണ്ടിന്യൂഷനിൽ പറഞ്ഞത് നോർമൽ ഗുഡ്സ് മേ ബി ലക്ഷറി, കംഫർട്ട് ഓർ നെസസിറ്റി. ലക്ഷറി ആവാം, കംഫർട്ട് ആവാം, നെസസിറ്റി ആവാം. ഇഫ് ഡിമാൻഡ് ഇസ് നോട്ട് very sensitive to income, the product is known as a necessity product. അതായത് ഇൻകം വല്ലാതെ കൂടിയാലും ഡിമാൻഡ് വല്ലാതെ കൂടാതെ നിൽക്കുക, ചെറിയ അളവിൽ കൂടുക. ഇൻകം ഇനി വല്ലാതെ കുറഞ്ഞാലും ഡിമാൻഡിൽ വലിയ മാറ്റം വരാതിരിക്കുക. അപ്പോൾ അതൊക്കെ നെസസിറ്റീസ് ആണ്. ഇപ്പോൾ റൈസ്, പെട്രോൾ, ഇതൊക്കെ നെസസിറ്റീസ് ആണ്. ഇഫ് ഡിമാൻഡ് ഈസ് വെരി സെൻസിറ്റീവ് ടു ഇൻകം, ദി പ്രൊഡക്റ്റ് ഈസ് നോൺ ആസ് ലക്ഷറി. നമുക്കിപ്പോൾ ഇൻകം വല്ലാണ്ട് കൂടുമ്പോൾ നമ്മളൊരു BMW അല്ലെങ്കിൽ ഒരു ബെൻസോ ഒക്കെ എടുക്കും അല്ലേ. അപ്പോൾ അത് ഇൻകമായിട്ട് ബന്ധമുള്ളതാണ്. ഇനി ഇത് കുറയുമ്പോൾ നമ്മളത് വിൽക്കുകയും ചെയ്യും, നമ്മൾ ഡിമാൻഡ് പോവുകയും ചെയ്യും. ഓക്കെ, അത് ലക്ഷറി ഐറ്റംസ് ആണ്. പിന്നെന്താ പറഞ്ഞത്? ഇൻകം ഇൻക്രീസസ് ദി ഡിമാൻഡ് കർവ് ഓഫ് എ ലക്ഷറി ഗുഡ് ഷിഫ്റ്റ് മോർ ടു ദി റൈറ്റ് ദാൻ നെസസിറ്റി ഗുഡ്. അപ്പോൾ അത്രേ പറയാനായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ലക്ഷറി, കംഫർട്ട് അല്ലെങ്കിൽ നെസസിറ്റി, ഇതൊക്കെയാണ് നോർമൽ ഗുഡ്സിൽ വരുന്നത്. ഇനി അടുത്തതായിട്ട് ഡിമാൻഡ് കർവ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സ്. ഇൻഫീരിയർ ഗുഡ്സിൻ്റെ ഡിമാൻഡ് കർവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വെൻ പ്രൈസ് ഫോൾസ്, ഡിമാൻഡ് കർവ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സ് ഇൻക്രീസസ് ആസ് എ റിസൾട്ട് ഓഫ് പ്രൈസ് എഫക്റ്റ്. ഓക്കെ, ഇപ്പോൾ ഇൻഫീരിയർ ഗുഡ്സിന് ഡിമാൻഡ് പ്രൈസ് ഫോളോ ചെയ്യുമ്പോൾ അത് ഇൻക്രീസ് ആവുക ചെയ്യുക. ഹൗവർ ഇറ്റ് ഇൻക്രീസസ് ഓൺലി ഇൻ എ ലെസ്സർ എക്സ്റ്റെൻറ്റ്. അപ്പോൾ ചെറിയൊരളവിലെ ഇൻക്രീസ് ആവുമെന്നാണ് ഇവിടെ പറയുന്നത് ഇൻഫീരിയർ ഗുഡ്സിൽ. ഓക്കെ, അതായത് നോർമൽ ഗുഡ്സിൻ്റെ അത്ര സ്ലോപ്പ് ആവില്ല, ചെറിയൊരളവിൽ മാത്രമേ ഇൻക്രീസ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കർവാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് ഡിമാൻഡ് കർവ് ഓഫ് ഗിഫൺ ഗുഡ്സ് ആണ്. അപ്പോൾ പ്രൈസ് ഫോളോ ചെയ്യുമ്പോൾ ഗിഫൺ ഗുഡ്സിൻ്റെ ഡിമാൻഡ് ഫോളോ ചെയ്യും, പ്രൈസ് എഫക്റ്റ് കാരണം. അതേപോലെ പ്രൈസ് കൂടുമ്പോൾ ഇതിൻ്റെ ഡിമാൻഡ് കൂടുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ നോർമൽ ഗുഡ്സിന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇതിനും ഇങ്ങനത്തെ കേസ് വരും. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടുക, അല്ലെങ്കിൽ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കുറയുക എന്നുള്ളത്. അത് നമ്മൾ ഹിക്സിയൻ മെത്തേഡ് പ്രകാരം ഈ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ അടുത്തൊരു നോർമൽ ഗുഡ് വന്നിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ ഒരു എഫക്റ്റ് അതിന് വരിക. സ്വതവേ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ പ്രൈസ് കുറയുമ്പോൾ ചെറിയൊരളവിൽ, അല്ലെങ്കിൽ പ്രൈസിൻ്റെ ഷിഫ്റ്റിന് ചെറിയൊരളവിൽ ഓപ്പോസിറ്റ് ആയിട്ടാണ് മാറുക. അപ്പോൾ പ്രൈസ് കൂടുമ്പോൾ ചെറിയൊരളവിൽ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ചെറിയൊരളവിൽ ഡിമാൻഡ് കുറയും. ഓക്കെ, അതാണ് നോർമൽ ഗുഡ്സിൽ. ഗിഫൺ ഗുഡ്സിൽ ഇങ്ങനെയാണ് ഡിമാൻഡ് കർവ് പോവുക. പോസിറ്റീവായിട്ട് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടി വരും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ ഈ 3 കർവും എവിടെ കൊടുത്തിട്ടുണ്ട്? ഈ 3 കർവും താഴെ കൊടുത്തിട്ടുണ്ട്. 3 കൂടി ഒരുമിച്ച് എഴുതുമ്പോൾ ഇങ്ങനെ വരും. ഗിഫൺ ഇങ്ങനെ പോവും, ഇൻഫീരിയർ ഇങ്ങനെ പോവും, നോർമൽ ഇങ്ങനെ പോവും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നിങ്ങൾ എഴുതി വെക്കുക.